പേരറിയത്തില്ല. പക്ഷേ അവരാണ് യഥാർത്ഥ നായിക. CK ജാനു യഥാർത്ഥ നായികയായിരുന്നു. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു മൂവി? നല്ല സിനിമയായിരുന്നു. ഭയങ്കര ഇമോഷണലാണ്. ഭയങ്കര ഇമോഷണലാണ്. എടുത്തു പറയേണ്ടത് എന്തൊക്കെയായിരുന്നു? എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ റിയൽ ലൈഫിലുള്ള സമര പോരാളികളെ പറ്റിയാണ് എടുത്തു പറയേണ്ടത്. ആദിവാസികൾക്ക് ഭൂമിക്ക് വേണ്ടിയുള്ള സമരം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ അവർക്ക് ജസ്റ്റിസ് കിട്ടുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ. ഒരു സംവിധായകൻ എന്താ പറയുക, നാടിന് വേണ്ടി എടുത്തൊരു സിനിമ പോലെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു മൂവിയാണ്. വെട്രിമാരൻ, മാരഞ്ജിത്തൊക്കെ എടുക്കുന്ന ലെവലിൽ കേരളത്തിലൊരു സംവിധായകൻ വളർന്നു വരും. അനുരാജ് മനോഹർ, നല്ല മേക്കിങ്. റൈറ്റർ അബിൻ ജോസഫ് എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ് കോളേജിൽ. എനിക്ക് സന്തോഷമുണ്ട്. എന്താ പറയുക, നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇത്ര നല്ല സിനിമ എടുത്തത്. ഭയങ്കര ഇമോഷണലാണ്. കുറേ കരഞ്ഞു. ഭയങ്കര ഇമോഷണൽ. സൂപ്പർ പടമായിട്ടുണ്ട്. മസ്റ്റ് വാച്ചാണ്. ഉള്ള കാര്യം പറയാം. മസ്റ്റ് വാച്ച്. ടോവിനോ ഇടുക്കിയിട്ടുണ്ട്. മസ്റ്റ് വാച്ച് പടമാണ്. സൂപ്പർ പെർഫോമൻസ് ഓറിയന്റഡ് പടമാണ്. വിട്ടുന്ന പടമാണ്. ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ്. മ്യൂസിക്, സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, ഷമീർ മുഹമ്മദാണ് എഡിറ്റിംഗ്. സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിൽ തന്നെയാണ് കാണുന്നത്. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. ക്ലൈമാക്സിന്റെ പോലെ തന്നെ ചരിത്രം ഇത് ട്രൂ ഇവന്റ്സ് എന്നാന്ന് തോന്നുന്നു. ഇതില് ട്രെയിലറിലൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പടം? അതില് എങ്ങനെ എടുത്തു പറയാൻ എന്താ ഉള്ളത്? മൊത്തത്തിൽ പെർഫോമൻസ് അല്ലായിരുന്നു. സിനിമ സബ്ജക്റ്റ് വളരെ നന്നായിട്ടാണ്, സട്ടിലായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ടൊവിനോയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചേരൻ്റെ ഒരു വില്ലൻ, ഒരു നെഗറ്റീവ് റോളാണ്. പുള്ളി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ CK ജാനുവായിട്ട് ആ ഒരു ഇതായിട്ട് ആര്യ സലീം, അവരുടെയും ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ്. തീർച്ചയായിട്ടും 2003 മുത്തങ്ങ സമരമുള്ള കേരള ഗവൺമെൻറ്റിനെയൊക്കെ ഗവൺമെൻറ്റിനെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ്. അത് ശരിക്കും അതിനെ ബേസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അതിന് CK ജാനുവിനെ അവരെ പോലെ തന്നെ തോന്നിയില്ല. ആര്യ സലീമിൻ്റെ അഭിനയം അതേപോലെ വളരെ ഭംഗിയായിട്ട് ഒരുപാട് പേരുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് എന്നൊക്കെ പറയും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും പിന്നെ നല്ല പാട്ടുകളുണ്ട്. പിന്നെ വളരെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന വരികൾ. തീർച്ചയായിട്ടും കരിയർ ബെസ്റ്റാണ്. അതിൽ അദ്ദേഹം 3 റോളിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒറ്റ റോളിൽ തന്നെ അദ്ദേഹം അത്രയ്ക്ക് നല്ലൊരു പെർഫോമൻസ്. ഇമോഷണലാണ്. പ്രത്യേകിച്ച് നമുക്ക് സന്തോഷിക്കാനുള്ള വകയൊന്നുമില്ല. പക്ഷേ പിന്നെ ഫസ്റ്റ് ഹാഫ് ഒരുപാട് തമാശകളുണ്ട്, ഫാമിലി എലമെൻറ്റ്സ് ഉണ്ട്. എന്തുകൊണ്ടും നല്ലൊരു മൂവിയാണ്. നടന്ന സംഭവം അതിനെക്കുറിച്ച് അറിയാമെന്നുള്ളവർക്ക് ഈ പടം കണക്റ്റ് ആവും. അത് സംസാരിക്കപ്പെടേണ്ട സിനിമയാണ്. ഒരുപാട് ചർച്ചാ വിഷയമാവുന്ന ഒരുപാട് കണ്ടന്റുണ്ട്. കാരണം അന്നത്തെ ഒരു ഭരണകൂടത്തിൻ്റെയൊക്കെ ഒരുപാട് വിഷയങ്ങളായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം അതൊരു വിഷയമാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ അവബോധമുള്ളവർക്ക് ഈ സിനിമ കണക്റ്റ് ആവും. ടോവിനോയുടെ പെർഫോമൻസ് നന്നായിരുന്നു. വളരെ നന്നായിരുന്നു. ടോവിനോയുടെ കരിയറിൽ ഒരു ബെഞ്ച് മാർക്കായിരിക്കും സിനിമ.